നമസ്കാരം. ഞാൻ ഷിഹാബ് കൂട്ടുകാട്. സൗദി അറേബ്യയിൽ 2017 ജൂലൈ 1 മുതൽ ആശ്രിത ലെവി നടപ്പാക്കിയുണ്ടായി. ഇതിൽ ഒട്ടേറെ പ്രവാസികൾ ഇപ്പോൾ ആശങ്കയിലാണ്. വെക്കേഷനുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പോകാൻ തീരുമാനിച്ചിരുന്ന ഇഖാമ വാലിഡിറ്റി ഉണ്ടായിരുന്ന ഒട്ടേറെ പ്രവാസികൾ, പ്രത്യേകിച്ച് മലയാളികൾ, അവരുടെ കുടുംബമായി നാട്ടിൽ വെക്കേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ആശ്രിത ലെവി അടച്ചാൽ മതിയെന്നുള്ള ഒരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്നാണ് വെക്കേഷൻ പോകണമെങ്കിൽ, റീഎൻട്രി ലഭിക്കണമെങ്കിൽ ആശ്രിത ലെവി അവരുടെ ഇഖാമ വാലിഡിറ്റി കാൽക്കുലേഷൻ ചെയ്തിട്ട് അതിന്റെ ഫീ അടയ്ക്കാതെ പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു ഇവിടെ ടിക്കറ്റ് ചാർജ് ഇപ്പോൾ വളരെ കൂടുതലാണ്. കാരണം വെക്കേഷൻ സമയമായതുകൊണ്ട് വളരെയധികം ടിക്കറ്റിന്റെ ചാർജ് 2500, 3000 ഒക്കെയാണ്. അത് കൂടാതെ തന്നെ പെട്ടെന്ന് ഈ ആശ്രിത ലെവി കൂടി ഒരുമിച്ച് അടയ്ക്കേണ്ടി വന്നപ്പോൾ അവരുടെ ബഡ്ജറ്റ് കാൽക്കുലേഷൻ ആകെ താളം തെറ്റിയ ഒരവസ്ഥയിലാണ്. അപ്പോൾ വെക്കേഷൻ പോയിട്ട് വന്നിട്ട് ആശ്രിത ലെവി അടച്ചാൽ മതി, ഇഖാമ പുതുക്കുന്ന സമയത്ത് അടച്ചാൽ മതി എന്നുള്ള ആ ഒരു കാര്യം പെട്ടെന്നാണ് തെറ്റിപ്പോയത്. ഇവിടെ എക്സിറ്റിൽ പോകണമെങ്കിലും ആശ്രിത ലെവി അടയ്ക്കൽ നിർബന്ധമാണ്. എക്സിറ്റിൽ പോകേണ്ടവരുടെ എന്നാണോ പോകുന്നത്, അപ്പം ജൂലൈ 1 ശേഷമുള്ള ഡേറ്റുകളും എക്സിറ്റിന്റെ വാലിഡിറ്റി 2 മാസമാണ്. ഈ 2 മാസത്തെ വാലിഡിറ്റിയുടെ ചേർത്തുള്ള ആശ്രിത ലെവി അടയ്ക്കൽ നിർബന്ധമാണ്. അതുകൂടാതെ തന്നെ ഇഖാമ ഇവിടെ ആശ്രിത ലെവി ഇൻഡിവിജ്വലായിട്ട് അടയ്ക്കാം. ഒരു വ്യക്തിയെ ഇപ്പോൾ വെക്കേഷൻ വരികയാണെങ്കിൽ അയാൾക്ക് മാത്രമേ ആശ്രിത ലെവി അടയ്ക്കാം, ഇഖാമ ഡേറ്റ് ഉണ്ട് എങ്കിൽ. ഇനി അതുകൂടാതെ തന്നെ ഒരാൾ എക്സിറ്റിൽ പോവുകയാണെങ്കിൽ, ഫാമിലി മെമ്പർമാരിൽ ഒരാൾ എക്സിറ്റിൽ പോവുകയാണെങ്കിൽ അയാൾക്ക് ഇൻഡിവിജ്വലായിട്ട് ആശ്രിത ലെവി അടച്ചിട്ട് വിടാം. പക്ഷേ ഇഖാമ പുതുക്കുന്ന സമയത്ത് ആശ്രിത ലെവി എല്ലാവർക്കും ചേർത്ത് അടച്ചെങ്കിൽ മാത്രമേ ഇഖാമ പുതുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ 4 മെമ്പർമാർ ആശ്രിതരായി ഉണ്ട് എങ്കിൽ ഇപ്പോൾ ഒരു മാസം 100 റിയാൽ വെച്ചാണ്, ഒരു ദിവസത്തേക്ക് 3.33 റിയാലാണ് വരുന്നത്. അപ്പം 2018 ഇത് 200 റിയാലായി, 2018 ജൂലൈ 1 മുതൽ 200 റിയാലായി ഒരു മെമ്പർക്ക് വരും. അപ്പോൾ ഒരു 4 മെമ്പർമാരുള്ള ഒരു കുടുംബത്തിൽ 2018 ആശ്രിത ലെവിയായിട്ട് മാത്രം 10,000ഓളം റിയാൽ അടയ്ക്കണം. അത് 2019 അത് 300 റിയാൽ വരും. 300 ആവുമ്പോൾ ഏതാണ്ട് 15,000 റിയാലും 2020 അത് 400 റിയാൽ ഒരു മെമ്പർ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ നല്ലൊരു ശതമാനവും പ്രവാസികളിൽ, ഇന്ത്യക്കാരിൽ നല്ലൊരു ശതമാനം മലയാളികളാണ് ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കുന്നത്. ഇവർക്കൊക്കെയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ലെവി വരുന്നത് സ്കൂളുകളിലൊക്കെയും ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് കുട്ടികളെ മാറ്റി നാട്ടിൽ ചേർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം നാട്ടിൽ സ്കൂൾ അഡ്മിഷനൊക്കെ, കോളേജ് അഡ്മിഷനുമൊക്കെ അതിന്റെ സമയം കഴിഞ്ഞതുകൊണ്ട് 2018 ആവുമ്പോൾ നല്ലൊരു വിഭാഗം പ്രവാസികൾ അവരുടെ മക്കളെയൊക്കെ നാട്ടിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. കുടുംബം ഒക്കെ നാട്ടിലാക്കിയിട്ട് ബാച്ചിലറായിട്ട് താമസിക്കേണ്ട ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. അതോടെ തന്നെ ഈ ലെവി കൂടാതെ തന്നെ ഇവിടെ ഇപ്പോൾ 2,400 റിയാലാണ് ലെവിയായിട്ട് ഓരോ എംപ്ലോയിയും അടയ്ക്കേണ്ടത്. അപ്പം ഈ ഫീസ് അപ്പം 50% കൂടുതൽ വിദേശികളുള്ള എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ഓരോ ലേബറിനും മാസം 400 റിയാൽ, 2018 ജനുവരി മുതൽ മാസം 400 റിയാൽ എന്നുള്ളതും 2019 അത് മാസം 600ഉം 2020 മാസം 800 റിയാൽ വെച്ച് ഒരു വർഷത്തേക്ക് എത്ര വരുന്നുണ്ടോ അങ്ങനെയുള്ള എമൗണ്ട് അത് ലെവിയായിട്ട് അത് സെപ്പറേറ്റ് കൊടുക്കുക കൂടി ചെയ്യണം. അത് 50% കുറവാണ് വിദേശികളെങ്കിൽ 2018 400 എന്നുള്ളത് 300ഉം, അതോടെ തന്നെ 2019 500ഉം 2020 600ഉമാക്കി കുറഞ്ഞിട്ടുണ്ട്. അതായത് 50% കുറവ് ആണ് വിദേശികളെങ്കിൽ. അപ്പൊ ഇങ്ങനെ 2 ഫീസ്, ഡിപ്പെൻഡന്റ് ഫീസും അതുകൂടെ ആശ്രിത ലെവിയും എംപ്ലോയിക്ക് ഉള്ള ലെവിയും, ഇത് രണ്ടും കൂടി വരുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് കുടുംബങ്ങൾക്ക് വരുന്നത്. ഇതിൽ മിക്ക കമ്പനികളും, എനിക്ക് തോന്നുന്നു പല കമ്പനികളും ഈ ആശ്രിത ലെവി കമ്പനികൾ വഹിക്കാൻ സാധ്യതയില്ല. ഇതിപ്പോൾ നമ്മൾ ഫാമിലിയെ കൊണ്ടുവരുമ്പോൾ ഫാമിലി സ്റ്റാറ്റസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നെങ്കിലും ഇവിടെ ഫാമിലിക്കുള്ള ഈ ഡിപ്പെൻഡന്റ് ഫീസ് പല കമ്പനികളും കൊടുക്കാൻ സാധ്യതയില്ല. ഇപ്പൊ ഇവിടെ തന്നെ പല കമ്പനികളും ഇപ്പൊ തന്നെയും ഫാമിലി സ്റ്റാറ്റസ് കട്ട് ചെയ്യുന്നു. കാരണം അവർ ഇങ്ങനെയൊക്കെയുള്ളതായ സാമ്പത്തിക പ്രയാസങ്ങൾ കമ്പനികൾക്കും ഒരു വലിയൊരു ബാധ്യതയായി വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പല കമ്പനികളും അവരുടെ കുടുംബങ്ങൾ നാട്ടിലാക്കാൻ വേണ്ടി അവരുടെ തൊഴിലാളികളോട് പറയുമ്പോൾ പല കമ്പനികളിൽ നല്ലൊരു കൊഴിഞ്ഞുപോക്ക് വരും. പക്ഷെ അതുകൂടാതെ തന്നെ ഇവിടെ പെട്രോൾ ഇതര വരുമാനം എന്ന നിലയിലാണ് ഈ ആശ്രിത ഫീയും ഈ ഓരോ തൊഴിലാളികൾക്കുള്ള ലേബർ ഓഫീസിന് ചുമത്തുന്ന ലെവിയും
ഡബിൾ ആക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇവിടെ വിഷൻ 2030യുടെ ഭാഗമായിട്ട് ഈ എക്കണോമിയിൽ വലിയൊരു ബൂമിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ സ്വദേശികൾക്കും അതോടൊപ്പം തന്നെ സ്വദേശികൾക്കും വിദേശികൾക്കും തൊഴിലവസരങ്ങൾ ഉണ്ട് എങ്കിലും പക്ഷെ ഈ ഫീസുകൾ ഇങ്ങനെ കൊടുക്കേണ്ടത് കൊണ്ട് എല്ലാവരും ഒരു പ്രയാസം, ഈ മാനസികമായ ഒരു സംഘർഷത്തിലുണ്ട്. പക്ഷേ ഇവിടെ വിനീതമായി രാജകുടുംബം ഈ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ഈ ആശ്രിത ഫീയിൽ ഒരു കുറവ് വരുത്തണം എന്നാണ് നമുക്ക് ഈ വിനീതമായി ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാ പ്രവാസികളും ഇവിടെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ടിക്കറ്റ് ചാർജ് എന്റെ വർധനവ്, ഈ ആശ്രിത ഫീ ഒക്കെ ആവുമ്പോൾ ഓരോ കുടുംബത്തിനും ഇവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വലിയൊരു ചെലവാണ് മാസത്തിൽ വരുന്നത്. 2018-19 ആകുമ്പോൾ നല്ലൊരു ശതമാനവും വിദേശ ഫാമിലികളും സ്വന്തം സ്വദേശത്തേക്ക് തന്നെ തിരിച്ചുപോയി സെറ്റിൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഇവിടെ പ്രവാസികൾ ഇപ്പോഴും തീർച്ചയായിട്ടും നമ്മൾ സേവിങ്ങിനെ കുറിച്ച് ഇവിടെ നമ്മൾ ബോധവാന്മാരാണ്. സ്വന്തം നാട്ടിലേക്ക് എപ്പോഴും നിങ്ങൾക്കൊരു തിരിച്ചുപോക്ക് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ബോധം നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മളെ ഇപ്പോൾ ഇവിടെ അനാവശ്യമായി ചെലവഴിക്കുന്ന സമ്പത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഭാവിയിലേക്ക് നിങ്ങൾ സേവിംഗ് ആക്കി വെച്ചുകൊണ്ട് എന്തെങ്കിലും നാട്ടിൽ പോകുമ്പോൾ ഒരു പുനരധിവാസത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോകണം. അതോടെ തന്നെ നമ്മുടെ ഗവൺമെന്റുകളും ഈ സാഹചര്യങ്ങൾ മാറുന്ന സാഹചര്യങ്ങൾ, ലോകത്തിൽ മാറുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വരുന്ന പ്രവാസികൾ, നാടിന്റെ വികസനത്തിന് വേണ്ടി ഒട്ടനവധി സംഭാവന നൽകപ്പെട്ട ഈ പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് പുനരധിവാസത്തിനുള്ളതായ പദ്ധതികളൊക്കെ ചെയ്യാനും ബാങ്കുകളുമൊക്കെയും അതിന് മുന്നോട്ട് വരണമെന്നാണ് വിനീതമായ അവസരത്തിൽ പറയാനുള്ളത്. ഇതൊരു ചെറിയൊരു ആശങ്കയുടെ വിഷയമാണ് എങ്കിൽ പോലും പ്രവാസികളൊക്കെയും വളരെയധികം മാനസികമായി ഒരു നല്ലൊരു ആശങ്കയിലാണ് ഇപ്പോഴെന്നാണ് എനിക്ക് പറയാൻ. ഈ ആശ്രിത വഴി ഓൺലൈനായിട്ട് ബാങ്കുകൾ ഓൺലൈൻ സിസ്റ്റം വഴി അടയ്ക്കാൻ പറ്റും. അസോസിയേറ്റ് ഫീ ഫോർ ആൾ എന്നുള്ള ഒരു പുതിയ ഓപ്ഷൻ ബാങ്കുകളുടെ സൈറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയിട്ട് അസോസിയേറ്റ് ഫീ ഫോർ ആൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കിയാൽ ഓൺലൈനായിട്ട് ഈ ആശ്രിത ഫീ അടയ്ക്കാൻ പറ്റും. അതെല്ലാം വ്യക്തിപരമായിട്ടാണ്, ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിൽ ഒരു കുടുംബത്തിൽ 5 പേരുണ്ട്, ഒരാൾ മാത്രം വെക്കേഷൻ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ മാത്രം എക്സിറ്റ് പോകുന്നു എങ്കിൽ ആ ഇൻഡിവിജ്വലിന് മാത്രം ആയിട്ട് അടയ്ക്കാം. അതായത് ഇപ്പോൾ അത് ഇക്കാമ ഉള്ള വ്യക്തികൾക്ക്, ഇക്കാമ ഡേറ്റ് ഇല്ലാത്തവർ തീർച്ചയായിട്ടും അവർക്ക് ഇക്കാമ പുതുക്കിയതിനു ശേഷം ആശ്രിത ലിവി കംപ്ലീറ്റ് അടച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ഈ ഓൺലൈൻ സിസ്റ്റത്തിൽ അവർക്ക് റീ എൻട്രിയോ എക്സിറ്റിലോ പോകാൻ കഴിയുകയുള്ളൂ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇവിടെ ഒട്ടേറെ പ്രവാസികൾ ആശങ്കയുണ്ട്. ബഹുമാനീയമായ സൗദി രാജ കുടുംബം പ്രവാസികളുടെ ഇപ്പോഴത്തെ ഈ ഒരു മാനസിക അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ഇളവുകൾ ഈ സാഹചര്യത്തിൽ ഒട്ടേറെ പ്രതീക്ഷകളിലാണ് എല്ലാ പ്രവാസികളും. ഇവിടെ ഒട്ടനവധി പ്രവാസികൾക്ക് എന്നും കരുണ കാണിച്ചിട്ടുള്ള രാജകുടുംബം തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ അംനസ്റ്റി ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് അവർക്ക് സ്വന്തം പ്രദേശത്തേക്ക് പോകാൻ ഒരുപാട് ഓഫറുകൾ, ഇക്കാമ ഇല്ലാത്തവർക്കോ റൂബായവർക്കോ ഒരു ഡോക്യുമെന്റ്സും ഇല്ലാത്തവർക്ക് പോലും നാട്ടിലെത്താൻ വേണ്ടിയുള്ളതായ അംനസ്റ്റി 4 മാസമായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഒരു സന്തോഷമായിരുന്നു ആ വിഷയത്തിലുള്ളത്. ആ ആഹ്ലാദം പങ്കിടുന്ന അവസരത്തിൽ ഇതുപോലുള്ള ഫാമിലികൾ തന്നെയാണ് ഇവിടുത്തെ വരുമാന വഴികൾ. ഫാമിലികളും കുടുംബങ്ങളും പ്രവാസികളും ഒക്കെ ഉള്ളപ്പോഴാണ് ഈ രാജ്യത്തിന്റെ വരുമാനവും ഈ രാജ്യത്തിന്റെ ഉന്നമനവും വികസനവും ഒക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും പ്രവാസികൾക്ക്, ഈ സാധാരണപ്പെട്ട കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ രാജകാരുണ്യം ഉണ്ടായി ഈ ഡിപെൻഡൻസ് ഫീ എന്നുള്ള ആ ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും അതിൽ വിനീതമായി പരിഗണിക്കണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.